ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെഫ്റ്റി ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മോൻസി. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു അവയർനെസ് വീഡിയോ പോലെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് 15-ാം തീയതി രാവിലെ ലെസ്റ്ററിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി വണ്ടിക്ക് വലിയൊരു പണി കിട്ടി. വലിയൊരു പണിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. ടയറ് മോട്ടോർ വേയിലൂടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ലൈനിലായിരുന്നു. വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. ടയർ പൊട്ടിയതാണ്. ടയർ പൊട്ടി ഏതാണ്ട് ഒരു 70 എബോവ് സ്പീഡിലായിരുന്നു, 70 റേഞ്ചിലായിരുന്നു. വൈഫിനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി കുഞ്ഞിനെ സ്കൂളിൽ വിടണം. 8:30 അവിടെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നു. എനിവേ ഒരു 70 സ്പീഡിലാണ് ടയറിൻ്റെ വെടി പോയിട്ട് സ്പീഡ് 120 കിലോമീറ്റർ സ്പീഡാണല്ലോ. ആ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നിർത്താനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ചെറുതായിട്ടൊന്ന് പാളി, എങ്കിലും വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല. തൊട്ടപ്പുറത്തൂടെ ട്രക്ക് പോകുന്നുണ്ടായിരുന്നു, ഇപ്പുറത്തെ ലൈനിൽ കൂടെ വേറെ വണ്ടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി വേറെ വണ്ടിയിലൊന്നും ഇടിക്കാതെ ദൈവം സൂക്ഷിച്ചു. എനിവേ ഈ ടയറ് നമ്മൾ ഇൻസൈഡ് തേയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തേഞ്ഞിട്ടാണ് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ പുതിയൊരു രണ്ട് ടയർ മാറി, ഫ്രണ്ട് 2 ടയറും മാറി പുതിയ ടയർ ഇട്ടു. അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റും ചെയ്തു. വീൽ അലൈൻമെൻറ്റ് ക്ലിയർ അല്ല എന്നുള്ളത് കൊണ്ടായിരിക്കണം നമുക്ക് അങ്ങനെ സംഭവിച്ചത്. ആയിരിക്കാമെന്നല്ല, അത് തന്നെയാണ്. അപ്പോൾ അലൈൻമെൻറ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ടയർ ഉള്ളിൽ അല്ലെങ്കിൽ പുറത്ത് വെട്ടിത്തേയും. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് മോട്ടോർ വേയിലൊക്കെ പോകുന്നവർ ടയറും ബ്രേക്കും ഒക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക. എപ്പോഴും കണ്ടീഷനാണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഡെയിലി 2 പ്രാവശ്യം ലെസ്റ്റർ പോയിട്ട് വരും. വൺ സൈഡ് ഒരു 21 മൈലുണ്ട്. 21 അതുകൊണ്ട് 85 മൈൽ ഡെയിലി മോട്ടോർ വേ ത്രൂ പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പുതിയ 2 ടയറും അങ്ങ് മാറി, എന്നിട്ട് വീൽ അലൈൻമെൻറ്റും ചെയ്തു. ഏതാണ്ട് വീൽ അലൈൻമെൻറ്റിന് 35 പൗണ്ട് ആയിട്ടുണ്ട്. അതുപോലെ ടയർ അതെല്ലാം മാറി. അന്നത്തെ ദിവസം തന്നെ ഏതാണ്ട് 200-250 പൗണ്ടിനടുത്ത് നമ്മുടെ പോക്കറ്റ് കീറി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സേഫ്റ്റി മുഖ്യം ബിഗിലെ എന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ചെറിയ ഇത് കാണുകയാണെങ്കിൽ, എനിക്ക് ഓൾറെഡി സർവീസിന് കൊടുത്ത സമയത്ത്, അതായത് ഒരു 2 വീക്സിന് മുമ്പാണ് ഓയിൽ സർവീസൊക്കെ ചെയ്ത സമയത്ത് ഇന്നപോലെ ഇങ്ങനെ മെക്കാനിക്ക് പറഞ്ഞിരുന്നു, ബാലൻസിങ് ചെയ്യണം, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം തന്നെയാണ് ഇങ്ങനെ വന്നത്. ഇപ്പം ചൂടും കൂടുതലാണ്. അതിൻ്റെ കൂടെ മോട്ടോർ വേയിലാണ് എപ്പോഴും യാത്ര. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ടയറുകളൊക്കെ കണ്ടീഷനാണോ എന്ന് നോക്കുക. അതുപോലെ ബ്രേക്ക് അലൈൻമെൻറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് സേഫ്റ്റിയോടുകൂടി യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ടേക്ക് കെയർ.